ഇപ്പോൾ നമ്മൾ വൺ ഡയമെൻഷൻ മോഷനും 2D മോഷൻ്റെയും കുറച്ച് പ്രോബ്ലംസ് നോക്കാൻ നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ഒരു കാർ വെറുതെ 5 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ പോവാണ്. 5 സെക്കൻഡ് കഴിയുമ്പോൾ അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? അപ്പോൾ ഇത് യൂണിഫോം സ്പീഡാണ്, ആക്സലറേഷൻ ഇല്ല. സോ ഈ വെലോസിറ്റിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഉപയോഗിക്കാം. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പോൾ ഡിസ്റ്റൻസ് തന്നെ ഉണ്ടാകും. വൺ ഡയമെൻഷൻ മോഷനാണ്, സ്ട്രെയിറ്റ് ലൈനാണ് പോകുന്നത്. ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിൻ്റെ ടൈമാണ്. സോ 5 × 5 25. അടുത്തത്, കാർ 5 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ 5 സെക്കൻഡ് പോയി. പിന്നെ അത് കഴിഞ്ഞ് 10 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ 10 സെക്കൻഡ് പോയി. ആവറേജ് വെലോസിറ്റി എന്ത്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, കയ്യിൽ നിന്ന് വിട്ടുപോയാണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഏത് കേസിലും അങ്ങനെ എഴുതാൻ മതി. ആ കാർ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ടൈം 5 സെക്കൻഡ് പിന്നെ 10 സെക്കൻഡ് പോയതുകൊണ്ട് ടോട്ടൽ ടൈം 10+15 ആണ്. സോറി, 10+5 ആണ്. ഓക്കെ, 5 സെക്കൻഡ് അപ്പോൾ 10+5 ആണ്. 10+5 ആണ്. ഇനി അടുത്തത് ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പം ആദ്യം ഡിസ്റ്റൻസ് തന്നെ 5 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ 5 സെക്കൻഡ് പോയി. സോ വെലോസിറ്റി = ഡിസ്റ്റൻസ് ബൈ ടൈം. അത് ഡിസ്റ്റൻസ് = വെലോസിറ്റി ഇൻറ്റു ടൈം. സോ 5 × 5 ഇവിടെ എഴുതുന്നു. അടുത്തത് വീണ്ടും 10 × 10 ഡിസ്റ്റൻസ് മീറ്ററാണ് പോകുന്നത്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ചെയ്യുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആവും. ഞാൻ മാത്തമാറ്റിക്സ് കാൽക്കുലേഷനിലേക്ക് പോകുന്നില്ല, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫിസിക്സ് ആണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു കാറുണ്ടായിരുന്നു. ആ കാറ് എസ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് 3 സെക്കൻഡ് കൊണ്ട് എസ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് 6 മീറ്റർ/സെക്കൻഡ് സ്പീഡിലേക്ക് എത്തി. അതിൻ്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 1 മീറ്റർ/സെക്കൻഡ്²ലാണ് ഈ കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനിഷ്യലി ഒരു സ്പീഡ് ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ റെസ്റ്റിലായിരിക്കും, ചിലപ്പോൾ ഒരു സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത സമയം 3 സെക്കൻഡാണ്. 3 സെക്കൻഡ് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ 6 മീറ്റർ/സെക്കൻഡ് സ്പീഡായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചോദിക്കേണ്ടത്, ഒന്ന് ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കണം, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് ഇവിടെ വരുന്നത്. കാരണം ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്, സ്ട്രെയിറ്റ് ലൈനാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ് ഡിസ്റ്റൻസ്. സോ ഇനിഷ്യൽ വെലോസിറ്റി നോക്കിയാൽ ഫോമുല V = U+AT നമുക്കറിയാം. UV - AT. ആൻഡ് V എന്ന് പറഞ്ഞാൽ 6 ആണ്, 6. V എന്ന് പറഞ്ഞാൽ അറിയാം 1, T 3. സോ 6 - 3 × 1 3 മീറ്റർ/സെക്കൻഡ് സ്പീഡ് അതിലാണ് അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി ഉള്ളത്. അടുത്ത എസ് കണ്ടുപിടിക്കണം. രണ്ട് രീതി കണ്ടുപിടിക്കും. ഒന്ന് നമുക്ക് UT + ½ കണ്ടുപിടിക്കണം. കാരണം U നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡയറക്റ്റ് V² - U² / 2 എന്ന് പറയുന്ന ഫോമുല. അതിനകത്ത് U വേണം. അപ്പോൾ അതിനകത്ത് അത് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി U + V / 2 × T ചെയ്താലും നമുക്ക് S കിട്ടും. അതുകൊണ്ട് അവിടെ നമുക്ക് അങ്ങനെ പല മെത്തേഡ്സ് നമുക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടും നമുക്ക് നോക്കാം. UT + ½ കിട്ടും. U3 × ടൈം 3 + ½ × A1 T². ഓക്കെ, കിട്ടിയല്ലോ. ഈ സൊല്യൂഷൻ കിട്ടുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഇത് V² - U² / 2. കാരണം V² - U² = 2as എന്ന ഫോം നമുക്കുണ്ട്. അതിന് എസ് കണ്ടുപിടിക്കാനായിട്ട് V² - U² / 2a ആണ്. V എന്ന് പറഞ്ഞാൽ 6² V², 6² - 3² / 2 × 1 അപ്പോൾ പറയുന്നത് ആൻസർ കിട്ടി. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു കിണറിൻ്റെ 8 മീറ്റർ താഴെ വെള്ളമുള്ള ഒരു കിണറുണ്ട്. കിണറിൻ്റെ മുകളിൽ നിന്ന് ബോൾ താഴെ വീഴുവാണ്. എത്ര സമയം കഴിഞ്ഞായിരിക്കും ഈ വെള്ളത്തിൻ്റെ ബ്ലൂം എന്നുള്ള ശബ്ദം വെളിയിൽ കേൾക്കുന്നത് എന്നുള്ള ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇതിങ്ങനെ വന്ന് ഇവിടെ വീഴുന്ന ആ സമയമായിരിക്കും വെള്ള ശബ്ദം കേൾക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഒരു ചെറിയൊരു ഫാക്ടർ ഉണ്ട്. അതായത് ഇവിടെ വന്നിടിച്ചിട്ട് ഇവിടെ വെള്ളത്തിന് സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ടിൻ്റെ വെലോസിറ്റി എപ്പോഴും ഇതിപ്പം യൂണിഫോമിന് ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും. താഴോട്ട് ഫ്രീ ഫോളിങ് ബോഡി എന്ന് പറയുന്നത് A ഉണ്ട്, G ഉണ്ട്. ആക്സിലറേറ്റഡ് ഗ്രാവിറ്റി G ഉണ്ട്. ഓക്കെ, ഇവിടെ വെള്ളത്തിൻ്റെ ശബ്ദം പുറത്തോട്ട് പോകുന്ന പക്ഷേ യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും. വെലോസിറ്റി സൗണ്ട് നമുക്ക് 340 മീറ്റർ/സെക്കൻഡ് ആണ്. അത് അറിഞ്ഞിരിക്കേണ്ട ക്വാണ്ടിറ്റിയാണ്. സോ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇക്വേഷൻ ഓഫ് മോഷനകത്ത് Gക്കും U ഒക്കെ 0 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇക്വേഷനാണ്. √2h/G എന്ന് പറയുന്ന സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം എത്ര സമയം കൊണ്ട് ഈ സാധനം വെള്ളത്തിൽ വന്ന് മുട്ടുമെന്ന് കിട്ടും. ആൻഡ് ഇവിടെ G എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ ഗ്രാവിറ്റിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. എർത്തിൻ്റെ കേസിൽ എപ്പോഴും ഇതായിരിക്കും ഗ്രാവിറ്റി, ആക്സിലറേറ്റഡ് ഗ്രാവിറ്റി. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ തിരിച്ച് ഇവിടം വരെ സൗണ്ട് വരാൻ എടുക്കുന്ന സമയം കൊടുക്കണം. അപ്പോൾ വീണ്ടും വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം ആയതുകൊണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് 8 ആണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി സൗണ്ടാണ്. വെലോസിറ്റി സൗണ്ടാണ്. ആൻഡ് ഹെൻസ് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ √2 × A / 9.8 വരും. ആൻഡ് H എന്ന് പറഞ്ഞാൽ 8. ആൻഡ് VLLS സൗണ്ട് 340 മീറ്റർ/സെക്കൻഡ് സ്പീഡ്. ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും, പക്ഷേ ഈ ക്വാണ്ടിറ്റിയും കൂടെ ഉണ്ട്.
അപ്പോൾ ഇതെടുക്കാതിരുന്നാൽ നമുക്ക് ആൻസർ ഏകദേശം ശരിയായിരിക്കും, പക്ഷേ ഇതെടുത്താൽ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. ഇത് ആളുകളും നെഗ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നെഗ്ലക്റ്റ് ചെയ്യാതെ ചെയ്യണം. ഓക്കെ, എങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് വാല്യൂ കിട്ടും. അതിൻ്റെ ഇവിടുത്തെ ഇത് സെൻറ്റിമീറ്റർ തന്നേക്കാണെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം. കൺവേർഷൻ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണെന്നുള്ള രീതിക്ക്, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണെന്നുള്ള രീതിക്ക് നമുക്ക് സിമ്പിളായിട്ട് കൺവേർഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ്. ഇനി വേറൊരു കൺവേർഷൻ വേണമെങ്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി എപ്പോഴെങ്കിലും കിലോമീറ്റർ പെർ അവർ തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ നമ്മളതിനെ 5/18 എന്ന് പറഞ്ഞാൽ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ തിരിച്ച് 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് കിടക്കുന്നൊരു സ്പീഡിനെ കിലോമീറ്റർ പെർ അവറിൽ ആക്കാൻ പറ്റും. അത് കറക്റ്റ് ആണെന്നാണ് വിശ്വസിക്കുന്നത്, ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അത് കിട്ടുന്നത് നമ്മൾ സെക്കൻഡിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്താൽ നമ്മൾ കിട്ടുന്നത് മീറ്റർ പെർ സെക്കൻഡ്. അത് മീറ്റർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് മീറ്ററിനെ കിലോമീറ്ററിനെ മീറ്റർ ആക്കണം, പിന്നെ മിനിറ്റിന് അവറിനെ സെക്കൻഡ് ആക്കണം. അപ്പോൾ അതാണ് അവിടെ 60/60 അങ്ങനെ ഒരു ഫാക്ടറൊക്കെ വരും. അങ്ങനെയാണ് ആ ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അത് ഓർത്ത് വെച്ചേക്കണം. അതൊന്നുകൂടെ ഒന്ന് എവിടെയെങ്കിലും റെഫർ ചെയ്യണമെങ്കിലും റെഫർ ചെയ്ത് പഠിച്ചാലും മതി. ഞാൻ ജസ്റ്റ് മൈൻഡിൽ നിന്ന് പറഞ്ഞാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്കുള്ളത് വെക്ടറിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഒരു 4 ന്യൂട്ടൺ ഫോഴ്സ് ഈ ഡയറക്ഷനും 3 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങനെ, രണ്ട് ഇടയ്ക്ക് 60 ഡിഗ്രി ഉണ്ട്. അപ്പം വിത്ത് റെസ്പെക്ട് ടു 3 ന്യൂട്ടണിൽ നിന്ന് ഇത്ര ആംഗിൾ എന്താണ് റിസൾട്ട് ഉണ്ട് അങ്ങനെ ചോദിക്കത്തുള്ളൂ. പക്ഷേ റിസൾട്ട് നമ്മൾ അറിയണമെങ്കിൽ ഒന്ന് റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം, റിസൾട്ടിൻ്റെ ഡയറക്ഷൻ അറിയണം. ഡയറക്ഷൻ അറിയാൻ വേണ്ടി നമ്മൾ 3 ന്യൂട്ടണിൽ നിന്ന് എത്ര ഡിഗ്രി മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അല്ല, മറ്റേ എൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാൻ വേണ്ടി ഫോമുല നമുക്കറിയാം. അവൻ്റെ അടുത്ത് പഠിച്ചു. √(p² + q² + 2p cos θ) അത് ഉപയോഗിച്ച് 4² + 3² + 2 × 4 × 3 × cos 60 1/2 ആണ്. ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ആൻഡ് ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. q sin θ / 3 + 4 cos θ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. പക്ഷേ അത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് പടം വരച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഈ 4 ഇവിടെ വരും, ആൻഡ് ഇത് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കും. ഇത് നമുക്ക് ഇവിടുത്തെ ഇത് ആംഗിളാണ് വേണ്ടത്. ഞങ്ങൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് / അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 4ൻ്റെ ഒരു തീറ്റ ഉണ്ട്, ഈ തീറ്റ ഇതാണ് ഇവിടെ വരും. അപ്പം 4ൻ്റെ സൈൻ കമ്പോണൻ്റാണ് ഇവിടെ കിടക്കുന്നത്, 4ൻ്റെ കോസ് കമ്പോണൻ്റ് ആയിരിക്കും താഴെ കിടക്കുന്നത്. അതിന് ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടുന്ന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്താൽ ഇത്രയും ഡിസ്റ്റൻസ് തന്നെ കോസ് കമ്പോണൻ്റ് ആയിരിക്കും, ആൻഡ് ബാക്കി ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അതെങ്ങനെ വന്ന് ഞാൻ പറഞ്ഞു, സൈൻ തീറ്റയൊക്കെ എടുത്താണെന്ന് പറഞ്ഞത്. പക്ഷേ ഇതെപ്പോഴും ആവശ്യമുള്ളതാണ്. അതായത് ജസ്റ്റ് ഒരു കാര്യം തോർത്താൽ മതി, ഈ ഒരു സാധനത്തിൻ്റെ ആംഗിളുമായിട്ട് ചേർന്നിരിക്കുന്ന കോസ് കമ്പോണൻ്റ് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നത് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. സോ ഇവിടുത്തെ ആംഗിൾ ആൽഫ, ടാൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഡിവൈഡ് ബൈ ഇതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ q sin θ ആണ്, ആൻഡ് ഇത് q cos θ ആണ്. അപ്പോൾ q sin θ / 3 + q എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, 4 sin θ / 3 + 4 cos θ ആണ്. അതാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് അങ്ങനെ ടാൻ ഇൻവേഴ്സ് അത് കണ്ടുപിടിച്ചിട്ട് അതിന് ടാൻ ഇൻവേഴ്സ് എടുക്കണം. അപ്പോൾ നമുക്ക് ആൽഫ കിട്ടും. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. അപ്പം നമ്മൾ ട്രിഗണോമെട്രിയൊക്കെ +10 പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാൻ എടുക്കാൻ അറിയായിരിക്കും. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 45 ആയിരിക്കും. അങ്ങനെയാണ് ടാൻ ഇൻവേഴ്സ് എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതേ സാധനം തന്നെ ഞാൻ ഈ 60 ഡിഗ്രി എന്നുള്ളത് മാറ്റി ഞാൻ 90 ഡിഗ്രി ശരിച്ചത് ഞാൻ പെർപെൻഡിക്കുലറായിട്ട് വെച്ചിരിക്കുകയാണ്. പെർപെൻഡിക്കുലറായിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അവിടുത്തെ റിസൾട്ടൻ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √4² + 3² + 2 × 4 × 3 × cos 90. സോ cos 90 0 ആയി പോകും. സോ പെർപെൻഡിക്കുലറായിട്ടിരിക്കുന്ന രണ്ട് വെക്ടറുകൾ നമ്മൾ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് √4² + 3² എന്ന് പറഞ്ഞാൽ ആ പൈതഗോറസ് തിയറം മാത്രം ചെയ്താൽ മതി. മനസ്സിലായോ? അതെ, ഈ 3² + 4² എന്നുള്ള അത് മാത്രം ചെയ്തിട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ലോങ്ങർ ഡയഗണൽ കിട്ടും. ഇത് റെക്റ്റാങ്കിൾ ആകുമ്പോഴത്തേക്ക് ഷോർട്ടർ ഡയഗണലും ലോങ്ങർ ഡയഗണലും ഒന്നായിരിക്കും. ആൻഡ് ആ ലോങ്ങർ ഡയഗണലായിരിക്കും റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡ്. ആൻഡ് അവിടുത്തെ അതിൻ്റെ ആ റിസൾട്ടൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ഇവിടെ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഡയറക്റ്റ് ഫോം ചെയ്യും. മനസ്സിലായില്ലേ? ഡയറക്റ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ ഇതേ ഡിവൈഡ് ബൈ ഇത്, അതായത് 3/4 ആയിരിക്കും ടാൻ തീറ്റ. അല്ലെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞാൽ 3/4 അല്ലെങ്കിൽ ഒരു ഈ വെക്ടർ ഡിവൈഡ് ബൈ ഈ വെക്ടർ ആയിരിക്കും. ഓക്കെ, അത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. 3 sin 90 ഡിഗ്രി / 4 + 3 cos 90 ഡിഗ്രി നമ്മൾ തന്ന ഇക്വേഷൻ. അത് sin 90 ഡിഗ്രി 1 ആണ്, cos 90 ഡിഗ്രി 0 ആണ്. സോ എഗെയിൻ 3/4 തന്നെ വരും, അതായത് 3/4 തന്നെ വരും. സോ ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 ആണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ്. സോ നമുക്ക് അടുത്ത ഒരു കൺസെപ്റ്റ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.